ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തമ്മിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം പിടി കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു സ്റ്റേക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എറണാകുളം ഭാഗത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു 3-4 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ കാണുക, പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗിലേക്ക് പോവാം. നമ്മൾ ഈ കഴിഞ്ഞ ഫ്രൈഡേ ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പോയി ഏകദേശം നമ്മൾ എറണാകുളം ഭാഗത്ത് എത്തിയതിന് ശേഷമാണ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പാണ് കേട്ടോ. അധികം കുറേ പ്ലാനിങ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാം നമ്മൾ അവിടെ ചെന്നിട്ട് പ്ലാൻ ചെയ്യാന്നുള്ളൊരു ഇതിലായിരുന്നു. നമുക്ക് എറണാകുളം സിറ്റി അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് പോണതുകൊണ്ട് പരിചയമുള്ളൊരു സിറ്റി ആയതുകൊണ്ട് അങ്ങനെ ആദ്യം പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എറണാകുളം എത്തി ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ രാവിലെ ഒരു 8:30 ആകുമ്പോൾ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടുന്ന്. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ നിർത്തുമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചെന്നിട്ടുള്ളത് ഹോളിഡേ ഇന്നിലാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ ഉള്ളത്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സമയം ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലിലേക്ക് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഹോളിഡേയിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ വരുന്നത്. നല്ലൊരു അടിപൊളി ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പത്തെ വ്ളോഗ്സ് എടുത്ത് നോക്കിയാലും എറണാകുളത്ത് ഇതുപോലെ സ്റ്റേക്കേഷന് വന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ മാരിയറ്റിലും അതുപോലെ ക്രൗൺ പ്ലാസയിലൊക്കെ ആയിട്ടാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്നത്തേനേക്കാൾ കൂടുതൽ എനിക്ക് ഇപ്രാവശ്യമാണ് കേട്ടോ ഒന്നും കൂടെ ഈ ഒരു സ്റ്റേക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റിയത്. വേറെ ഒന്നും കൊണ്ടല്ല, അന്ന് ഹെമിന് കുറച്ചും കൂടെ ചെറുതായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാകുമ്പോൾ കുറച്ചും കൂടെ കരച്ചിലും പിടിച്ചിലൊക്കെ കുറച്ച് കൂടുതലാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൻ കുറച്ചും കൂടെ വലുതായതുകൊണ്ട് ഓനങ്ങനെ ഓടിച്ചാടി നടക്കുകയുണ്ടായിരുന്നു. പിടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഓനും മാക്സിമം നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ ഒരുപാട് വെള്ളത്തിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാണ്. നമ്മളും നമ്മളെ ഫ്രണ്ട്സും കൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് ടൈം ലേറ്റ് ആക്കണില്ല. നമ്മൾ നേരെ പോണത് നമ്മളെ റൂമിലേക്കാണ് കേട്ടോ. നമ്മൾ ഏറ്റവും മുകളിലത്തല്ല, പക്ഷേ കുറച്ച് മുകളിലാണ് നമ്മൾ റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നുള്ള വ്യൂ കാണാൻ നല്ല അടിപൊളിയാണല്ലോ. അപ്പോൾ നമ്മൾ മുകളിൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റൂമിൻ്റെ ചെറിയൊരു റൂം ടൂർ പോലെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ പറയാനും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഒരു ലക്ഷറി ഹോട്ടലിൻ്റെ എല്ലാവിധ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട്. എനിക്ക് റിസോർട്ടിനേക്കാൾ ഇഷ്ടം ഇതുപോലത്തെ ഹോട്ടൽസിൽ നിൽക്കുന്നതാണ് കേട്ടോ. അതെന്തോ നമ്മൾ കൂടുതലും റിസോർട്ടാണല്ലോ ഓപ്റ്റ് ചെയ്യുക. പക്ഷേ എനിക്കിഷ്ടം ഇതുപോലെ ഇങ്ങനത്തെ ഹോട്ടൽസിൽ നിൽക്കുന്നതാണ്. പക്ഷേ റിസോർട്ട്സും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുഞ്ഞ് റൂം ടൂർ പോലെ ഒരു സംഭവം എടുത്തതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഒരു എന്താ പറയുക, നമ്മൾ എപ്പോഴും ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ ഒരു ബിസി ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ് കേട്ടോ. നമ്മളെ തന്നെ ഒരുപാട് റിലാക്സ് ആക്കും. അതുപോലെ തന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ നമ്മളിങ്ങനെ വെറുതെ ഇതുപോലെ ഉള്ള സ്റ്റേക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമുക്കും തന്നെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേക്കേഷൻ തന്നെയായിരുന്നു ഇത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനിപ്പോൾ ഇതുപോലത്തെ വലിയ വലിയ ലക്ഷറി റിസോർട്ടോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സോ ഒന്നും എടുക്കണം എന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മളെ ബിസി ലൈഫിൽ നിന്ന് ചെറിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് ഇതുപോലെ ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഇതുവരെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ എന്തായാലും ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ ഒന്ന് വെക്കുകയാണ്. ഞാൻ ഇതുപോലെ എവിടെ പോയാലും ഞാൻ വിചാരിക്കും എന്തായാലും നീറ്റാക്കി കൊണ്ടെടുക്കണമെന്ന്. പക്ഷേ നമ്മൾ തിരിച്ച് പിറ്റേ ദിവസം ചെക്കൗട്ടിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ആകെ അലങ്കോലമായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ജസ്റ്റ് കബോർഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ടവൽസും അതേപോലെ നമുക്ക് സ്ലിപ്പേഴ്സും അങ്ങനെയുള്ള എല്ലാ
ഐറ്റംസും ഉണ്ട് കേട്ടോ. അയൺ ബോക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ സ്നാക്സ് ആണെങ്കിലും ജ്യൂസസ് ആണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണമെന്നുള്ളൂ അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതാ ഈ ഒരു വിൻഡോനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ടോപ്പിലായതുകൊണ്ട് തന്നെ എറണാകുളം സിറ്റീൻ്റെ ഒരു ഭാഗം മൊത്തത്തിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ റോഡും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു ഏരിയ ഉണ്ട്. മാരിയറ്റിലും ക്രൗൺ പ്ലാസയിലൊക്കെ ഈ ഒരു സെറ്റപ്പ് തന്നെ കേട്ടോ വരുന്നത്. നമ്മൾ ആ വ്ളോഗൊക്കെ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ സമയം നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ സമയം എന്താ ചെയ്തതെന്ന് അറിയാം, അവിടെ ഇരുന്നിട്ട് കർട്ടനൊക്കെ ഫുള്ള് ക്ലോസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമായിട്ട് ഒരു സെൽഫ് ടൈം പോലെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് അങ്ങനെ ചെയ്യാൻ ഞാൻ ഒരുപാട് സമയം അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണൊക്കെ മാറ്റി വെച്ച് കുറച്ച് സമയം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ളൊരവസരമാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ഫാമിലി ടൈം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ടൈമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വന്ന ആ ഒരു ക്ഷീണവും അതേപോലെ എല്ലാം കാണലും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ബിസി ലൈഫിൽ നിന്ന് മാറുക എന്നൊക്കെ പറഞ്ഞാലും എനിക്കിതിൻ്റെ ഇടയിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതാ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, വെറുതെ ഇങ്ങനെ നോക്കിയിരുന്ന്. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒന്ന് പൂളിലേക്ക് പോകാമെന്നുള്ളത്. പൂളെന്നൊക്കെ പറഞ്ഞാൽ അപാര പൂളാണ് കേട്ടോ, വലിയ പൂളാണ്. എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി നീന്തലും കാര്യങ്ങളൊന്നും അറിയില്ല, അപ്പോൾ ചിലപ്പോൾ മുങ്ങിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ കിഡ്സിന് സെപ്പറേറ്റ് പൂളുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും കുട്ടികളെ ഇറക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പൂളിൽ ഇറങ്ങണമെങ്കിൽ അതിനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്ലാനിങ് ഒന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും അതൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങാമെന്ന്. ഇപ്പോൾ വന്ന സ്ഥിതിക്ക് കുട്ടികൾക്കൊന്ന് പൂളിൽ ഇറക്കി കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടികളെ ഇറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഹെമിന് വലിയ പൂളിൽ ചാടണം, കിഡ്സിൻ്റെ പൂള് അവന് പറ്റണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഓൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വലിയ പൂളിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മെല്ലെ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സമയം ഇങ്ങനെ പൂളിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ തന്നെയാണല്ലോ അല്ലേ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഓരവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഓനക്ക് പിന്നെ വെള്ളം കണ്ടിക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പേടിയൊന്നുമില്ല. ഞാൻ ഓനിങ്ങനെ പൂളിലിറങ്ങുന്ന വീഡിയോസൊക്കെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് കുറേ DM വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തീരെ പേടിയില്ലേ, കുട്ടിക്ക് പേടിയില്ലേ, എനിക്ക് പേടിയില്ലേ അങ്ങനെ ഇറക്കി വിടാൻ, എനിക്ക് പിടിച്ചൂടെ, അവനക്ക് പേടിയില്ലേ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കും വലിയ പേടിയൊന്നുമില്ല കേട്ടോ. ഞാനും വെള്ളത്തിലൊക്കെ ഇറങ്ങി പഠിക്കണം അല്ലെങ്കിൽ അങ്ങനെ ശീലമാവണം എന്നുള്ളൊരിതാണ്. ഓനിങ്ങനെ മേലെ നിന്ന് പൂളിലേക്ക് ചാടണുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യണതുകൊണ്ട് പൂള് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ പൂള് സെപ്പറേറ്റ് എടുത്തിട്ട്, ഇപ്പോൾ നമുക്കങ്ങനെ അവൈലബിൾ ആണല്ലോ, പൂളൊക്കെ എടുക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടൊക്കെ പോയി ഇടയ്ക്ക് ചാടാറുണ്ട്. അതുകൊണ്ട് തന്നെ പൂളൊന്നും ഓന് ശീലമായിട്ടുണ്ട്, പേടിയില്ല. അതുകൊണ്ട് ഓനത് അറിയാം ചാടാനൊക്കെ. നേരത്തെ നമ്മൾ വലിയ പൂളൊന്നും ഇടൂല കേട്ടോ അങ്ങനെ. അപ്പം അങ്ങനെ പൂളിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ടാണ് കേട്ടോ അവിടെ ചാട്ടം കളിയും കരച്ചിലൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളിനിയിപ്പോൾ റൂമിലേക്ക് പോവാണ്. ഒരുപാട് സമയം പൂളിലിടണ്ടെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ എന്നാലും അത്യാവശ്യം ഒരുപാട് സമയം കളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളെന്തായാലും എടുത്ത് റൂമിലേക്ക് തന്നെ പോവാണ്. ഇനി നമ്മൾ പോണത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ. പിന്നെ പൂളിൽ ചാടലും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുഡ് ഇവിടെ തന്നെ ഉണ്ട്, ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ നമുക്ക് ഫുഡുണ്ട്. അപ്പോൾ അതിനാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഓരോ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ഉണ്ടാകും കേട്ടോ. ബാക്കി ലഞ്ചും ഡിന്നറൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയണം. അപ്പോൾ നമ്മൾ ഡിന്നർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഡിന്നറും കാര്യങ്ങളൊക്കെ വരുന്നത് ഓരോ ദിവസം ഓരോ തീമിലാണ് കേട്ടോ. അപ്പോൾ ഇന്നുണ്ടായിരുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചിലാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഡൽഹി തീമിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ബുഫേൻ്റെ സെറ്റപ്പാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഫ്രൂട്ട്സായിട്ടും സൂപ്സായിട്ടും സ്റ്റാർട്ടേഴ്സായിട്ടും മെയിൻ കോഴ്സായിട്ടും ഡെസേർട്ടായിട്ടും പിന്നെ ചാട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയുള്ള സ്റ്റാഫ്
സ്റ്റാഫൊക്കെ ആ ഒരു തീമിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഞാൻ 1-2 ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ട്രാവലിങ്ങിൽ. കാൽ ഭാഗം പോലും കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു, സ്റ്റാർട്ടേഴ്സും സാലഡ്സും ഒക്കെ ആയിട്ട്. പിന്നെ ഡെസേർട്ടാണ് ഒരുപാട് ഞാൻ കഴിച്ചിട്ടുള്ളത്, അതാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ നമ്മൾ റൂമിൽ വന്നിട്ട് ഇനിയൊന്ന് എന്താ പറയുക കിടക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ ചെന്ന് അന്നിട്ട് ആ ഒരു ഫസ്റ്റ് ഡേൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. അന്ന് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറങ്ങി ഒന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ അങ്ങനെ റൂമിൽ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡേ 2 ആണ് കേട്ടോ ഇന്ന്. എറണാകുളത്തെ ഡേ 2 ആണ്. അപ്പോൾ രാവിലെ ഒന്നുമല്ല, ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ എഴുന്നേറ്റു. അപ്പോൾ ഇനി വേഗം ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് താഴേക്ക്. അപ്പോൾ ഞാൻ ഓൾറെഡി ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെമിനെ ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ എണീപ്പിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഓന് ബ്രഷ് ചെയ്യാണ്. അത് കഴിഞ്ഞത് ആ മുഖമൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമ്മളെ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ വീഡിയോ ഇന്നലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്നലല്ല, നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ ഞാൻ യൂസ് ചെയ്തത് പ്ലമ്മിൻ്റെ ഫേസ് വാഷാന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബ്രഷിങ്ങും കാര്യങ്ങളും ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഹെമിന് ഫോണൊക്കെ കൊടുത്തിട്ട് അവനെ ബേബി ചെയറിൽ ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്നിട്ട് പോയിട്ട് ഓനുള്ള ഫുഡ് എടുത്തു കേട്ടോ. ഇന്നലത്തെ പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, എന്താ പറയുക, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓന് കഴിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ എടുത്തിട്ട് ഓന് കൊടുത്തു. ഓന് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഫുള്ളൊന്നും ഇപ്പോൾ ഓനെ കൊണ്ട് കഴിക്കാനും കഴിയുണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാനും കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഒരുപാട് ഡെസേർട്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എടുത്തിട്ടില്ല, കാരണം രാവിലെ തന്നെ മധുരം അടിച്ച് കേട്ടിട്ടുണ്ടെന്ന് ഇങ്ങനെ തോന്നി. അപ്പം ഞാനത് മൈൻഡ് ചെയ്തിട്ട് തന്നെ ഇല്ല. എന്തായാലും ഞാൻ എടുക്കും, പക്ഷേ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തന്നെ പോയിട്ടില്ല. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ തിരിച്ച് റൂമിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ സമയമുണ്ട്, ഒരു 12-12:30 ആകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്താൽ മതി. കുറച്ചും കൂടെ ടൈമുണ്ട്. അപ്പം അങ്ങനെ വെറുതെ ഇരുന്ന് അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് ലഗേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് പരന്നിട്ടുണ്ടാവും കേട്ടോ കൊണ്ടുവന്നതൊക്കെ. അതെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പാക്ക് ചെയ്ത് ഹെമിനെയും റെഡിയാക്കി നമ്മൾ ഇനിയിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മൾ ഇന്നും ഇവിടെ തന്നെയാണ് സ്റ്റേ, അതായത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഹോളിഡേയിലല്ല, നമ്മൾ വേറെ എന്താ പറയുക വേറെ ഫ്ലാറ്റിലാണ് താമസിക്കാൻ പോണത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ് പോണത്. അതിൻ്റെ മുമ്പ് ഇങ്ങനെ എന്തായാലും ടൈം ഉണ്ടല്ലോ, അപ്പോൾ നമുക്കൊന്നിങ്ങനെ ചുറ്റിയടിച്ച് വരാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്തായാലും ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് താഴേക്ക് പാർക്കിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസിനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ 2-3 പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പേരൊന്നും അറിയില്ലെങ്കിലും കണ്ടുപരിചയമുള്ളതുകൊണ്ട് അങ്ങനെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബിഗ് ബോസിലെ ശ്രീധുവിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കാനോ സംസാരിക്കാനൊന്നും പോയിട്ടില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ പോണത് ലുലുവിലേക്കാണ് കേട്ടോ. എറണാകുളത്ത് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ലുലു വിസിറ്റ് മസ്റ്റ് ആണല്ലോ, പ്രത്യേകിച്ച് നമ്മൾ ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഒരു ലുലു വിസിറ്റ് മസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മളിത് അങ്ങോട്ടാണ് പോണത്. അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ മാരിയറ്റ് ഉള്ളത്. നമ്മളിവിടെ സ്റ്റേ ചെയ്ത് തന്നിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടവർക്ക് എന്തായാലും അറിയാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോണത് ലുലുവിൻ്റെ ഉള്ളിലേക്കാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും വാങ്ങിക്കും ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്, അല്ലാതെ ഇന്നത് വാങ്ങണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ടൊന്നും പോയതല്ല കേട്ടോ. അപ്പോൾ ഇതാ ലുലുവിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച് കുട്ടികളെയും കൊണ്ട് കിഡ്സിൻ്റെ പാർക്കിലേക്ക് പോകാമെന്ന്. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കും അതൊരു എൻജോയ്മെൻ്റ് അല്ലേ, ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. നോർമലി നമ്മൾ ലുലുവിൽ പോയി കഴിഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റിൽ കയറാണ്ട് പോരാറില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊന്നും കയറിയിട്ടില്ല. നമ്മളെന്തായാലും കുട്ടികൾ കളിക്കുന്ന ഏരിയയിൽ പിന്നെ അത്യാവശ്യം വലിയ ആളുകൾക്ക് പറ്റണ കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്നിങ്ങനെ നോക്കി കയറി കണ്ടിട്ടങ്ങനെ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയമൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫുഡിൻ്റെ കാര്യം ഒരുപാട് ലേറ്റ് ആക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ
ഉറക്കം വന്ന് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ കുട്ടികളെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അവരങ്ങനെ റൈഡിലും കാര്യങ്ങളിലൊക്കെ കയറ്റിയിട്ട് നമ്മൾ പിന്നെ തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേക്കേഷന് പോണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ലുലുവിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു കുഞ്ഞു പെറ്റ്സിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഹെമ്മിനിങ്ങനെ ഫിഷിനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പെറ്റ്സ് അതെല്ലാം ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമ്മൾ പോണത് നമ്മൾ ഇനി നിൽക്കാൻ പോകുന്ന ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷേ നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര ക്രൗഡൊന്നുമില്ല, ഒരു നോർമൽ ഒരു ഹോട്ടലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൗഡും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ പറയുക, ഇങ്ങനെ കുറച്ച് സമയം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് നമ്മളെ ലഗേജൊക്കെ ഇതേ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ ആ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹെമിനെ ഓടിയിട്ട് പിടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓനെ ആ ഒരു നമ്മൾ ട്രോളി ഉണ്ടല്ലോ അതിലിങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സ്ക്വയർ ടൈപ്പിലാണ് വരുന്നത്. അതിൻ്റെ മിഡിലിൽ പൂളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടുത്തെ റൂമാണെങ്കിലും സെയിം സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ബാത്റൂം കയറി ചെല്ലുമ്പോൾ തന്നെ ബാത്റൂം, പിന്നെ ഇപ്പുറത്തെ സൈഡിലൊരു കുഞ്ഞു കിച്ചൺ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു വലിയ മിറർ, ബെഡ്, വലിയൊരു വിൻഡോ. പക്ഷെ ഇവിടെ ബാൽക്കണി ഉണ്ടായിരുന്നു. ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ പൂളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഹോട്ടലാണ്. ഇവിടെ പിന്നെ നമ്മളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒന്നും പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോയിട്ടില്ല കേട്ടോ. കാരണം തലേന്ന് ഫുള്ള് പൂളിൽ തന്നെ ആയതുകൊണ്ട് ഞാനിപ്രാവശ്യം അങ്ങനെ വേണ്ടാന്നുള്ളൊരു രീതിയിലായിരുന്നു. പിന്നെ നമ്മളാണെങ്കിലും തീരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ പൂളിൽ ഇറങ്ങണമെങ്കിൽ അതിനായിട്ടുള്ളൊരു ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ അത്ര ഒരു കംഫർട്ടബിൾ അല്ല കേട്ടോ ക്രൗഡിൻ്റെ ഇടയിൽ പൂളിൽ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് ഇറങ്ങാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരും ഇല്ലാത്ത സമയത്ത് ഇറങ്ങാലോ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇവിടുത്തെ പൂൾ ഒഴിഞ്ഞ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും പൂളിലുണ്ടാവും. പക്ഷേ ബാൽക്കണിയിലൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പൂളിലേക്കാണ് നേരെ വ്യൂ വരുന്നത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അന്നത്തെ ദിവസം ഫുള്ള് അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. ഇതേപോലെ നമ്മൾ പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മൾ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ അല്ല, നമ്മൾ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോരുന്നതിൻ്റെ തലേന്നത്തെ ഡേ. നമ്മളിപ്പോൾ ഒരു സ്റ്റേക്കേഷൻ കാണിച്ചല്ലോ, അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ 12 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. ഇവിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബോൾഗാട്ടി പാലസ്. നമ്മൾ ഒരുപാട് ഫിലിംസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു പാലസാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഈ പാലസ് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു അതിശയം പോലെയായിരുന്നു കേട്ടോ. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫിലിമാണല്ലോ വെള്ളി നക്ഷത്രം. അത് ഷൂട്ട് ചെയ്ത സ്ഥലം അങ്ങനെ ഒരു നമുക്ക് അങ്ങനത്തെ വീടും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് അത് കണ്ടപ്പോൾ ഒരു അതിശയമായിരുന്നു. ഇപ്പം കണ്ട് ശീലമായിട്ടുണ്ട്. ഉപ്പ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആലപ്പുഴ പോയപ്പോഴും എറണാകുളം ഫുള്ള് കറങ്ങിയിട്ടാണ് പോയത്. അന്നും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആഫ്റ്റർ വെഡിങ് ഷൂട്ടൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ കുറേ മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കയറി കണ്ട് ഭക്ഷണക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് നിഹാര റിസോർട്ട്സ് ആൻഡ് സ്പാലാണ് കേട്ടോ. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. ഇത് റിസോർട്ടാണ്, ഹോട്ടലും കാര്യങ്ങളൊന്നും അല്ല, റിസോർട്ടാണ്. നിഹാര റിസോർട്ട് ആണ് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് നമ്മൾ ആസ്റ്റർ മെഡിസിറ്റി ആ ഒരു ഭാഗത്താണ് കേട്ടോ. അതിൻ്റെ ഒക്കെ അടുത്തായിട്ട് ആ ഒരു കായലിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മളിതാ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു നേച്ചർ ഫ്രണ്ട്ലി ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് റിസോർട്ട്സ് ആണ് കേട്ടോ. ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീടുകൾ പോലെ ഉണ്ട്. 2 ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയിട്ടുള്ള വീടുകളാണ് കേട്ടോ.
അപ്പോൾ യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല കേട്ടോ, രണ്ട് ഫാമിലീസും രണ്ട് സൈഡിലായിട്ടാണ് വരിക, പക്ഷേ ഒരു ബിൽഡിംഗ് അങ്ങനെ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ ഉണ്ട്, ഇവരുടെ തന്നെ ഓട്ടോറിക്ഷാസ് ഉണ്ട്. ഇതിലാണ് നമ്മളെ വീട്ടിലേക്ക്, നമ്മളെ റിസോർട്ടിലേക്ക് കൊണ്ടുപോവുക. പിന്നെ ഇവിടെ പ്രൈവറ്റ് പൂൾ വരുന്നുണ്ട്, പക്ഷേ മെയിൻ പൂളിനോട് ചാരിയിട്ട് തന്നെയാണ് പ്രൈവറ്റ് പൂളും കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലാണ്ട് നമുക്ക് സെപ്പറേറ്റ് വലിയ ഒരു മതിലിൻ്റെ ഉള്ളിൽ പ്രൈവറ്റ് പൂൾ അങ്ങനത്തെ ആ ഒരു സെറ്റപ്പ് ഒന്നുമില്ല കേട്ടോ. കുമരകം റിസോർട്ടിൽ നമ്മൾ പോയ സമയത്ത് അവിടെ അങ്ങനെയായിരുന്നു. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അതേപോലെ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ റൂം വരുന്നത്. ഇത് 2 ഫ്ലോറായിട്ടാണ്. അടിയിലാണ് ബാത്റൂമും പിന്നെ ചെറിയൊരു ഡൈനിങ് അല്ല, ചെറിയൊരു സോഫയും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ അത് നമ്മൾ പഴയ രീതിക്കുള്ള സ്റ്റെപ്പ്, ഞങ്ങളെ തറവാട്ടിലൊക്കെ ഇങ്ങനത്തെ സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മയായത്. അങ്ങനെ കയറി വന്നിട്ടാണ് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂം പിന്നെ അതുപോലെ ഒരു കുഞ്ഞു മിററുണ്ട്, കബേർഡ് ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഇരിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. അതായത് ഈ കർട്ടൻ ഇട്ട് അവിടെ ഫുള്ള് നമുക്ക് ഇരിക്കാൻ പറ്റണ രീതിയിലാണ് കേട്ടോ. പഴയ ഇല്ലത്തെ വീട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കേരള ട്രഡീഷണൽ രീതിയാണ്. പിന്നെ ഇവിടുത്തെ വിൻഡോസ് മാറ്റുകയാണെങ്കിൽ ഇതാ കറക്റ്റ് നമ്മൾ ആ ഒരു ട്രഡീഷണൽ ഹൗസിനൊക്കെ പണ്ടത്തെ വലിയ വീടുകൾക്കൊക്കെ വരുന്ന രീതിക്കുള്ള വിൻഡോസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല മഴയും കൂടി ആയപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി റിസോർട്ടായിരുന്നു. ഫുള്ള് മരങ്ങളും അതുപോലെ ഒരുപാട് ചെടികളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെയും നല്ല അടിപൊളി സ്റ്റേ തന്നെയാണ്. പക്ഷെ എനിക്കിതിനേക്കാൾ ഇഷ്ടം, ഇത്രയും കൂടെ ഇഷ്ടം ഹോട്ടൽസ് ആണെങ്കിലും ഇതും നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഇരുന്നിങ്ങനെ എന്താ പറയുക, പ്രത്യേകിച്ച് ഇവിടുന്ന് വ്യൂ ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ ചുറ്റിലും ഫുള്ളും മരം ആയതുകൊണ്ട് അത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ താഴെ ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് ഫ്ലോറല്ല ഗ്രൗണ്ടിൽ ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പം അതും നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, അപ്പോൾ അവിടെ ഇരിക്കാനും നല്ല സുഖമുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് നേരെ വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നത് കിഡ്സിൻ്റെ പാർക്ക് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്കാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കാനും എന്താ പറയുക, ഈ ചെറിയ മഴയത്ത് നല്ലൊരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതും ഭയങ്കര അടിപൊളിയായിരുന്നു. ഇവിടുന്നാണെങ്കിലും ഇതിൻ്റെ തലേന്ന് നമ്മൾ സ്റ്റേ ചെയ്ത് അവിടെ നിന്നാണെങ്കിലും ഫുഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒരുപാടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ കൂടുതലും ഇത്തിരി ഭാഗങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരൊറ്റ വ്ളോഗ് ആക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കുറച്ചിട്ടെടുത്തതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്ന് പാടന്നെ പൂളിലേക്ക് പോവാണ് കേട്ടോ, കുട്ടികളെയും കൊണ്ടിട്ട്. ഹെമിൻ്റെ ഈ ഒരു സെയിം ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പോകുന്നത് ആ പാർക്ക് കണ്ടപ്പോൾ ഓടുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൂളിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് കോഫി ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ കയറി നിന്നിട്ട് ജസ്റ്റ് മഴ ഒന്ന് തോർന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ മഴ തോരുന്ന ലക്ഷണമൊന്നുമില്ല. നമ്മളെന്തായാലും വിചാരിച്ചു പൂളിൽ പോവാന്നുള്ളത്. പിന്നെ ഇവിടെ കിഡ്സിൻ്റെ പൂളുണ്ട് കേട്ടോ. പിന്നെ ഈ വലിയ പൂളാണെങ്കിലും അധികം വലിയ ഡീപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഡീപ്പ് ഉണ്ടെങ്കിലും കുട്ടികൾക്കൊക്കെ എന്തായാലും മുങ്ങും, നമുക്കൊന്നും വലിയ പ്രശ്നമില്ലാണ്ട് നിൽക്കാം. പക്ഷേ ഇവിടെ കിഡ്സിൻ്റെ പൂളുണ്ടായിരുന്നു. അപ്പോൾ ഓന് ഞാനിങ്ങനെ കയ്യിൽ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കിഡ്സിൻ്റെ പൂളിൽ ഇറക്കിയിട്ടുണ്ട്. കിഡ്സിൻ്റെ പൂളിൽ ഇറങ്ങുകയാണെങ്കിൽ ഇതൊന്നും വേണമെന്നില്ല, ഓനെ കവർ ചെയ്യണമെന്നില്ലായിരുന്നു. പക്ഷെ വലിയ പൂളിൽ ചാടുകയാണെങ്കിൽ അത് എന്തായാലും വേണം. ഇത് ഇങ്ങനെ കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ മുങ്ങിപ്പോകൊന്നുമില്ല. അങ്ങനെ പൂളിലങ്ങനെ നീന്തി കളിക്കാം കേട്ടോ. പിന്നെ നമ്മൾ പൂളിൽ നിന്ന് കയറി ഇങ്ങനെ പാർക്കിലും, ഏതായാലും വന്നതാണല്ലോ, പൂളിൻ്റെ അടുത്താണ് പാർക്കുള്ളത്. അപ്പം പാർക്കിലും കൂടെ ഒന്നിങ്ങനെ കയറി അങ്ങനെ കളിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് 12 മണിക്കാണ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യണത്. അപ്പോൾ രാവിലെ തന്നെ പപ്പയും മോനും പൂളിലാണ്. അപ്പം ഞാനിവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങി അങ്ങനെ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു റിസോർട്ടൊക്കെ കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഫുള്ള് കായലാണ് വരുന്നത്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്, ഒരു 3-4 ദിവസത്തെ വിശേഷങ്ങൾ. ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ നേരെ നാട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ സ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും താഴെ ലിങ്ക് കൊടുക്കുക, അവരായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്കും പോകാൻ പറ്റും കേട്ടോ. ഇത് നല്ല എവിടെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാൻ പറ്റും.
അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.